കോഴിക്കോടിന് പിന്നാലെ പാലക്കാടും സ്ട്രോങ് റൂം തുറക്കാൻ തീരുമാനം. വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമാണ് തുറക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നെന്മാറ നിയോജക മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂം ആണ് തുറക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മറന്നുവെച്ചെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം. സ്ഥാനാർത്ഥികളെ ഫോൺ വിളിച്ചാണ് സ്ട്രോങ് റൂം തുറക്കുമെന്ന കാര്യം കമ്മീഷൻ അറിയിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി A തങ്കപ്പൻ പറഞ്ഞു. സ്ട്രോങ് റൂം തുറക്കുന്നതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് A തങ്കപ്പൻ പറഞ്ഞു. ഇടയ്ക്കിടെ തുറക്കാനാണെങ്കിൽ ഇത് എങ്ങനെയാണ് സ്ട്രോങ് റൂം ആകുന്നതെന്നും തങ്കപ്പൻ ചോദിക്കുന്നു. തുറക്കുന്ന കാര്യം രേഖാമൂലം അറിയിച്ചില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു. എന്നാൽ സ്ട്രോങ് റൂം തുറക്കുന്നതിന് മുൻപേ എല്ലാ സ്ഥാനാർത്ഥികളെയും രേഖാമൂലം അറിയിക്കുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ പറഞ്ഞു. തുറക്കുന്നത് EVM സ്ട്രോങ് റൂം അല്ലെന്നും മെറ്റീരിയൽ സ്ട്രോങ് റൂം ആണെന്നും കളക്ടർ പറഞ്ഞു. അതേസമയം കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്നതിൽ വിവാദം വിടാതെ മുന്നോട്ടു പോവുകയാണ് UDF നേതാക്കൾ. മെറ്റീരിയൽ റൂം തുറക്കണമെങ്കിൽ മുൻകൂട്ടി നോട്ടീസ് നൽകണമെന്ന നടപടിക്രമം റിട്ടേണിംഗ് ഓഫീസർ പാലിച്ചില്ലെന്ന് പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കുന്നു. പോളിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ നിന്ന UDF പ്രവർത്തകരുടെ ജാഗ്രതയാണ് സ്ട്രോങ് റൂം തുറന്ന കാര്യം പുറത്തറിയാൻ കാരണമെന്ന് പറയുന്നു. കോഴിക്കോട് നോർത്തിലെ UDF സ്ഥാനാർത്ഥി K ജയന്താണ് പോളിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്നതിനായി അനുമതി തേടിയത്. അനുമതി കിട്ടിയതോടെ 8 മണ്ഡലങ്ങളുടെയും സ്ട്രോങ് റൂമുകളുടെ CCTV ദൃശ്യങ്ങൾക്ക് മുന്നിൽ 24 മണിക്കൂറും UDF പ്രവർത്തകരുടെ കാവലുണ്ടായിരുന്നു. ഇതിനിടെ നോർത്ത് മണ്ഡലത്തിലെ 7 CCTVകൾ പ്രവർത്തനരഹിതമാവുകയും രാത്രി തന്നെ റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ചു വരുത്തി 10 മിനിറ്റിനുള്ളിൽ ഇവർ ഇത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും നോർത്ത് മണ്ഡലത്തിലെ CCTVക്ക് തകരാറുണ്ടാകുകയും പിന്നീട് നന്നാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്നലെ സ്ട്രോങ് റൂമിൽ കയറിയെന്ന വിവാദമുണ്ടാകുന്നത്. എന്നാൽ സംഭവം വിവാദമായതോടെ സ്ട്രോങ് റൂം അല്ല റിസർച്ച് റൂമാണെന്ന വിശദീകരണം വന്നെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടെന്ന ആരോപണത്തിന് ബലമേറുകയാണ്. പോളിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥികൾ പരാതിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. സ്ട്രോങ് റൂമിനുള്ളിൽ ഉദ്യോഗസ്ഥർ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സ്ട്രോങ് റൂം പരിസരത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്നും സ്ഥാനാർത്ഥികൾ പരാതിയിൽ പറയുന്നു. റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അവരെ തിരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും സ്ഥാനാർത്ഥികൾ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു.